ലാലേട്ടൻ മൂവിയായ തുടരും എന്ന ചിത്രത്തിൻ്റെയും മമ്മൂക്ക മൂവിയായ ബസുക്ക എന്ന ചിത്രത്തിൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ വേണ്ടി മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏപ്രിൽ 25-ാം തീയതി തിയേറ്ററിൽ എത്തുന്ന ലാലേട്ടൻ മൂവിയാണല്ലോ തുടരും. ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. ചിത്രത്തിൻ്റെ തെലുങ്ക് വേർഷൻ ഏപ്രിൽ 26-ാം തീയതി തിയേറ്ററിൽ എത്തുമെന്നുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം എല്ലാവരും വിചാരിച്ചിരുന്നത് സിംഗിൾ ലാംഗ്വേജിൽ മാത്രം റിലീസ് ആവുന്ന ഒരു മൂവി ആയിരിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു സിനിമ അനേകം ലാംഗ്വേജിൽ തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 26-ാം തീയതി തെലുങ്ക് വെർഷൻ തിയേറ്ററിൽ എത്തുമ്പോൾ ബാക്കിയുള്ള ലാംഗ്വേജുകളെല്ലാം സിനിമയുടെ വിജയ പരാജയങ്ങളെ ആശ്രയിച്ച് അതർ ലാംഗ്വേജിൽ റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സിംഗിൾ ലാംഗ്വേജിൽ പ്ലാൻ ചെയ്ത ചിത്രം അനേകം ലാംഗ്വേജിലേക്ക് എത്താനുള്ള പ്രധാന കാരണം OTT സാറ്റലൈറ്റ് റൈറ്റ്സിൽ സിനിമയ്ക്ക് നല്ലൊരു ബിസിനസ് കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കുമെന്നുള്ള നിർമ്മാതാക്കളുടെ തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിൽ അനേകം ലാംഗ്വേജിലേക്ക് തുടരുമെന്ന് പറയുന്ന ചിത്രം പടർന്നു പിടിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിൽ എത്തിയ മമ്മൂക്ക മൂവിയായിരുന്നല്ലോ ബസുക്ക. ഇന്ന് 15 ദിവസങ്ങൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പൂർത്തീകരിക്കുന്ന സിനിമയുടെ 14 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ട്രാക്കേഴ്സ് റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമയുടെ കളക്ഷൻ 13 കോടിക്ക് മുകളിലേക്കും എത്തിപ്പിടിക്കാൻ സാധിച്ചു. നാളെ തുടരും എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ എത്തുമ്പോൾ കേരളത്തിലെ മൾട്ടിപ്ലക്സ് അല്ലാത്ത വലിയ തിയേറ്ററിൽ നിന്നെല്ലാം ബസൂക്ക എന്ന് പറയുന്ന സിനിമ മാറുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും മൾട്ടിപ്ലക്സ് സ്ക്രീനുകളിൽ കുറച്ച് നാളും കൂടെ ബസൂക്ക എന്ന് പറയുന്ന മൂവി ഉണ്ടാവുമെന്നാണ് നാളത്തെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. 3-ാമത്തെ വീക്കിലേക്ക് എത്തപ്പെട്ട സിനിമ വേണ്ടത്ര വലിയ വിജയത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് റിലീസ് ആയതുകൊണ്ട് 25 കോടിക്ക് മുകളിലുള്ള ഒരു വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ഇതിനോടകം തന്നെ ചേക്കേറാൻ ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു. നല്ല രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ഒക്കെയാണ് ഈ ഒരു സിനിമ റിലീസായ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചത്. അതൊരിക്കലും ഡീഗ്രേഡിംഗ് മാത്രമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. സിനിമ വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്.